ഹലോ, ഞങ്ങൾ ഇന്ന് വന്നത് റിത്തൂസിൻ്റെ സ്കൂളിൽ ഓണാഘോഷ പരിപാടിക്ക് പങ്കെടുക്കാനാണ്. റിത്തൂസ് നേരത്തെ സ്കൂൾ ബസ്സിൽ പോന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ബാക്കിലാണ് പോകുന്നത് ഓട്ടോറിക്ഷയ്ക്ക്. കാരണം അത്ര നേരത്തെ പോയി കഴിഞ്ഞാൽ റീനു എന്നെ സമ്മതിക്കുമല്ലോ കേട്ടോ എവിടെ നിൽക്കാൻ. എന്തായാലും ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് അവിടെ എത്തിയത്. പരിപാടി ഏകദേശം സെറ്റാക്കി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ, മഴയായതുകൊണ്ട്. അങ്ങനെ ആദ്യത്തെ മത്സരം ബോൾ എറിയുന്നൊരു മത്സരമായിരുന്നേ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് കേട്ടോ. റിത്തൂസ് റിനുമോളെ കണ്ടപ്പം ഓടി വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അവൻ്റെ മത്സരമാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ബോൾ ഇങ്ങനെ മാറി മാറി കൊടുക്കുന്നത്. മൂന്നാമത്തെ റൗണ്ടിൽ തന്നെ അവൻ ഔട്ടായിപ്പോയേ. ആളെ മുഖം ആകെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയി സമാധാനിപ്പിച്ചൊക്കെ ചെയ്തേ. റിനുമോക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഴമൊക്കെ കൊടുത്ത് റിത്തൂസിന് വേണ്ടാന്ന് പറഞ്ഞിട്ടോ. ഞാൻ അവിടെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഓടി വരാൻ ഒരുപാട് മക്കളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു ടീച്ചറാണ്. എൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഈ സ്കൂളിൽ തന്നെ ആയിരുന്നു കേട്ടോ. വർക്ക് ചെയ്തതും ആദ്യമായിട്ട് ഈ സ്കൂളിൽ തന്നെയാണ്. അപ്പം ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് മക്കളിങ്ങനെ ഓടി വന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ. റിനുമോള് പിന്നെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഡാൻസാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പം തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ചെറുതായിട്ട് പണിയൊന്നും പാളിയിട്ടുണ്ട്. പിന്നെ ഹാളിലേക്ക് ആക്കിയിട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ. സുനിത ഓണപ്പാട്ടിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ടീമിനായിരുന്നു സെക്കൻഡ് പ്രൈസ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കസാരക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മഴയും ചളിയൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. റിനുമോൾ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങി എണീറ്റ ഒരു മുഖമാണ് കേട്ടോ ഇത്. കുട്ടികളെ കൂടെ തന്നെ ഞാനിരുന്നിട്ടുണ്ട് കേട്ടോ റിനുമോൾക്ക് ഫുഡ് കൊടുക്കാൻ. ആ ഇലയിൽ തന്നെ ഞാനും കഴിച്ചേ. അങ്ങനെ ഫുഡ് മഴയത്താണ് കുട ചൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റായപ്പോൾ ഞങ്ങൾ സ്കൂൾ ബസ്സിൽ തന്നെ വീട്ടിലേക്ക് പോന്നേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും ചെയ്യണം, നല്ല നല്ല കമൻറ്റൊക്കെ പറയട്ടോ. അപ്പോൾ ടാറ്റാ.